നാദാപുരത്തെ ലീഗ് കേന്ദ്രമായ മുടവന്തേരിയിലുണ്ടായ സ്ഫോടനത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് LDF വടകര പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി വത്സൻ പനോളി. സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തന അന്തരീക്ഷം കലുഷിതമാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും വത്സൻ പനോളി പറഞ്ഞു. മുടവന്തേരി സ്ഫോടനത്തിൽ നാദാപുരം പോലീസ് 16 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നാദാപുരം ലീഗ് കേന്ദ്രമായ മുടവന്തേരിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുമ്പ് നരിക്കാട്ടേരിയിലുണ്ടായ സ്ഫോടനത്തിൽ 5 ലീഗ് പ്രവർത്തകർ മരണപ്പെട്ടിരുന്നു. നരിക്കാട്ടേരിക്ക് സമീപ പ്രദേശത്ത് വീണ്ടും ഉണ്ടായ സ്ഫോടനത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്ന് LDF വടകര പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി വത്സൻ പനോളി പറഞ്ഞു. ബോംബ് നിർമ്മാണവും സംഘർഷത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമാണോ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. UDFൻ്റെ ലീഗിൻ്റെ സ്വാധീന കേന്ദ്രത്തിൽ അർദ്ധരാത്രിയിൽ നടന്ന ഈ സംഭവം അതീവ ഗൗരവത്തോടെ പോലീസ് അന്വേഷിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. മുടവന്തേരിയിലെ സ്ഫോടനത്തിൽ 16 പേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനും അശ്രദ്ധമായി ഉപയോഗിച്ചതിനുമാണ് കേസ്. സ്ഫോടനം സംബന്ധിച്ച ദുരൂഹത നീക്കാൻ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തും. തൂണേരി മുടവന്തേരിയിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് ജീപ്പിൽ സൂക്ഷിച്ച വലിയ അളവിലുള്ള പടക്കശേഖരം പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ ജീപ്പ് തകർന്നിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.